വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്ന് നമ്മുടെ ഗാരേജിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. ഇവനെ കിട്ടാൻ കുറച്ച് പാട് കിട്ടു, ബട്ട് ഫൈനലി ഇവനെ കിട്ടി. അത് വേറെ ആരുമല്ല, RX 100. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിവ്യൂ വീഡിയോ, ഇറ്റ്സ് ലൈക്ക് ചെറിയൊരു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ആണിത്. നിങ്ങൾ അങ്ങനെ ഈ വീഡിയോ കണ്ടാൽ മതി. അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന്. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഓവറോൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. ഈ ചെറിയ പോക്കറ്റ് റോഡിൽ വണ്ടി തിരക്കില്ലെന്ന് ഓർത്തോണ്ട് ഇവിടെ കൊണ്ടിട്ട്, പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ ഒരു RX 100 1992 മോഡലാണ്. അവൻ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ പണിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹെഡ്ലൈറ്റും അതുപോലെ ബാക്ക് ടയറും അങ്ങനെ കുറേ അധികം സാധനങ്ങൾ അവൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നോക്കാവേ. ഇവൻ ഈ ബാക്കിൽ ഇട്ടേക്കുന്ന ടയർ SD ടയറാണ് ഇട്ടേക്കണേ. പിന്നെ അത്യാവശ്യം എഞ്ചിൻ പണി എല്ലാം നന്നായിട്ട് കഴിഞ്ഞ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ഇവനിത്. പിന്നെ ഈ കാണുന്ന ഹെഡ്ലൈറ്റ് കണ്ടോ? ഈ ഹെഡ്ലൈറ്റ് അവൻ മാറ്റി SD ഹെഡ്ലൈറ്റ് ആണ് ഇട്ടേക്കണേ. നമുക്ക് ഈ RX 100 കുറച്ച് ഹിസ്റ്ററിയിലേക്കൊക്കെ പോയാലോ? നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ 1985 യമഹ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. ഏകദേശം 1996 വരെ ഇന്ത്യയിൽ ഏകദേശം യമഹ ഉണ്ടായിരുന്നു. അതായത് 11 വർഷം ഇന്ത്യയിൽ ഈ പറയുന്ന RX 100 ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ മൊത്തം കയ്യിലെടുത്തിരുന്ന ഒരു ബൈക്കായിരുന്നു ഈ കാണുന്നത് RX 100. ഇന്നും പലരുടെയും വികാരമാണ് ഈ ബൈക്ക്. എനിക്ക് തോന്നുന്നത്, ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്, പല ആൾക്കാർക്കും അവർ വണ്ടി പുറത്തിറക്കാൻ പേടിയാണ്. ഈ റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അവർക്കൊരു പേടിയാണ് ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത്. ചരിത്രം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ പേടി ഉള്ളത്. അന്ന് ഈ മുതലുണ്ടാക്കിയ അത്രയൊന്നും ആരാധകരെ ഇതുവരെ ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ യമഹ വെളിപ്പെടുത്താത്തൊരു സത്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 11 വർഷം കൊണ്ട് എത്ര RX 100 വിറ്റ് പോയിട്ടുണ്ടെന്നൊരു ഒരു കണക്ക് ഇതുവരെ യമഹ പുറത്തു വിട്ടിട്ടില്ല. അടുത്തത് നമുക്കിതിന്റെ എഞ്ചിൻ സൈഡിലേക്കൊക്കെ പോയാലോ? ഇത് വരുന്നത് 2 സ്ട്രോക്ക് എഞ്ചിനാണ്. ഇത് എല്ലാവർക്കും തന്നെ ഏകദേശം അറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ ഇതൊരു റിവ്യൂ ആയിട്ട് എടുക്കണ്ട, ഇതൊരു വ്ളോഗും ആയിട്ട് എടുക്കണ്ട. ഇതിന്റെ എഞ്ചിൻ സൈഡിലേക്ക് വരുവാണെങ്കിൽ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 11 BHP പവറും എനിക്ക് തോന്നുന്നു 10 Nm ടോർക്കുമാണ്. എയർ എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിനാണിത്. എൻ്റെ അമ്മേ, നമുക്ക് ബാക്കി കാര്യം സീറ്റിൽ കയറി ഇരുന്നിട്ട് പറയാം. സീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സൈലൻസറിന്റെ ഒച്ച കേൾപ്പിച്ചല്ലോ, കേൾപ്പിച്ചുതരാം. ഇത് വരുന്നത് 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. നമുക്ക് ബാക്കി സ്റ്റാർട്ടാക്കി നോക്കാം. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റാ. ഇത് വേണമെങ്കിൽ ഫസ്റ്റിലിട്ട് അതുപോലെ ക്ലച്ച് പിടിച്ച് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കുറച്ചധികം കൊള്ളല്ലേ. ഇതിന്റെ ഹോൺ ഞാൻ കേൾപ്പിച്ചില്ലല്ലോ, കേൾക്കാമോ നിങ്ങക്ക്? ബാക്കി നമുക്ക് ഓടിച്ചോണ്ട് പറയാം. ചോക്ക് ഓഫാക്കി. ടു സ്ട്രോക്ക് വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്രോൾ പ്ലസ് ഓയിലും കൂടിയാണ് അടിക്കേണ്ടത്. അതായത് 1 ലിറ്റർ പെട്രോളിന് 25 ml ഓയിൽ വരെ കുടിക്കേണ്ടത്. ഇവന്റെ ഈ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് 40 കിട്ടണേ. ഹൈവേ ആണെങ്കിൽ ഒരു 45 to 50. പക്ഷെ ഈ RX 100 ഈ പറയുന്ന മൈലേജ് കിട്ടൂല. ഇതിലും മൈലേജ് കുറവ് കിട്ടുന്ന ബൈക്കൊക്കെ എനിക്കറിയാം. മെയിൻ്റെനൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ആ മെയിൻ്റെനൻസ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന മൈലേജ്. ഇത്ര അധികം ആരാധകരുള്ള ഈ വണ്ടി എന്തുകൊണ്ട് നിന്നെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വണ്ടി ഇന്ത്യയിൽ ഡിസ്കണ്ടിന്യൂ ആകുന്നത് 1996. ഏകദേശം 11 വർഷം
ഒരു സെയിൽസ് മൊത്തം കയ്യിലെടുത്തിരുന്ന വണ്ടി എന്തുകൊണ്ട് നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 2 സ്ട്രോക്ക് വണ്ടിയാണ്. ഇതൊരു 2 സ്ട്രോക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് കുറേ അധികം പൊല്യൂഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഗവൺമെന്റ് പൊല്യൂഷൻസിന്റെ ഒക്കെ കുറേ അധികം നോംസ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് വരുന്നത്. അത് ഈ വണ്ടിക്ക് വലിയൊരു അടിയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ വണ്ടി എടുക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അന്നത്തെ വിലയുടെ ഇരട്ടി വില കൊടുത്തെടുക്കാനും ഇപ്പോഴും ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഉച്ച സമയത്താണ്. അത് ഈ വണ്ടി ഉള്ളത് പാലക്കാട് കല്ലടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഗായ്സ്, അങ്ങനെ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗായ്സ്, അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ബൈക്കുമായി വീണ്ടും വരാം. ബായ്. പണി പാളിയോ? ചോപ്പ് വലിച്ച് എനിക്ക് തോന്നുന്നേ നമ്മൾ കുറെ നേരം ചോക്കല്ല കാർബറേറ്റർ ഓണാക്കി വെച്ചില്ലേ. ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. കാർബറേറ്റർ കുറെ നേരം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായിരിക്കും. ഇതിന്റെ ചോക്കയില് വലിച്ചു പിടിക്കുന്ന സ്റ്റാർട്ടാകണേ. നോ രക്ഷ. യെസ്, കിട്ടി. ദേ പോയി.